CMRL എക്സാലോജിക് ഇടപാടിലെ SFIയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ആ കേസ് രേഖകൾ ഷോൺ ജോർജിന് നൽകേണ്ട എന്ന ഹൈക്കോടതി. കേസ് രേഖകൾ പരാതിക്കാരൻ കൂടിയായ ഷോണിന് നൽകാമെന്ന കീഴ്ക്കോടതിയുടെ ഉത്തരവിന് എതിരെ CMR നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് വരുന്നത്. ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, എന്തുകൊണ്ടാണ് പരാതിക്കാരൻ കൂടിയായ ഷോണിന് ഈ രേഖകൾ നൽകേണ്ട എന്ന ഹൈക്കോടതിയുടെ ഉത്തരവിന് കാരണം? അരിയ കേസിലെ മൂന്നാം കക്ഷിയായ ഷോൺ ജോർജിന് ഈ കേസിലെ പ്രധാനപ്പെട്ട രേഖകൾ കൈമാറുന്നത് നിയമവിരുദ്ധമാണ് എന്നതായിരുന്നു CMRLന്റെ വാദം. പ്രധാനമായും ഷോൺ ജോർജ് കീഴ്ക്കോടതിയിലാണ് ആദ്യം ഹർജി നൽകുന്നത്. താനാണ് ഈ കേസിലെ പരാതിക്കാരൻ. അതുകൊണ്ട് SFIO പിടിച്ചെടുത്ത ചില പ്രധാനപ്പെട്ട രേഖകളുണ്ട്, ഡയറികളുണ്ട്. ആ രേഖകളെല്ലാം തനിക്ക് വേണം. അത് കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അതിലുണ്ട് എന്നായിരുന്നു കീഴ്ക്കോടതിയിൽ ഷോൺ ജോർജ് ആവശ്യപ്പെട്ടത്. അതിൽ കീഴ്ക്കോടതി ചില രേഖകൾ ഷോൺ ജോർജിന് നൽകാനുള്ള ഒരു ഉത്തരവാണ് ഉണ്ടായത്. ആ ഉത്തരവാണ് CMRL കമ്പനി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുകയും ആ കീഴ്ക്കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നത്. വീണ്ടും കീഴ്ക്കോടതിയോട് ഈ വിഷയം പരിഗണിക്കാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ കേസിന്റെ പ്രധാനപ്പെട്ട സുപ്രധാനമായ രേഖകൾ അത് മൂന്നാം കക്ഷിക്ക് നൽകാൻ കഴിയില്ല എന്ന CMRLന്റെ വാദത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ആ SFIO കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ പുറത്തേക്ക് വന്നാൽ അത് രാഷ്ട്രീയമായി തന്നെ പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു കാര്യമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഷോൺ ജോർജ് ഈ കേസിലെ പരാതിക്കാരൻ എന്ന നിലയിൽ അതിലെ സുപ്രധാനമായ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി മുമ്പാകെ എത്തിയും കോടതി ചില രേഖകൾ അനുവദിക്കുകയും ചെയ്തത്. അതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ കേസിലെ പരാതിക്കാരനാണെങ്കിൽ പോലും ഇതിന്റെ ട്രയലിലേക്ക് പോകാത്തൊരു കേസാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രധാനപ്പെട്ട രേഖകൾക്ക് ഈ മൂന്നാം കക്ഷിക്ക് എങ്ങനെ അവകാശപ്പെടാൻ കഴിയും എന്നതാണ് കോടതിക്ക് മുന്നിലെത്തിയിരിക്കുന്ന തർക്കം.